Sadhguru Sharanam. Hello everyone. So welcome to 24-day free spoken English course day 4. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരില്ലേ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ നെയ്ബേഴ്സ്, അങ്ങനെ നമുക്ക് പരിചയമുള്ള എല്ലാ ആളുകളെ കുറിച്ചും നമുക്ക് എങ്ങനെ അവരുടെ സ്വഭാവം, അവരുടെ ഒരു ക്യാരക്ടർ, അവരുടെ പെരുമാറ്റം, അവരുടെ ഹാബിറ്റ്സ്, അല്ലെങ്കിൽ അവരും നമ്മളുമായിട്ടുള്ള ആ ഒരു ബന്ധം എങ്ങനെയാണ്, അവരെ കാണാൻ എങ്ങനെയാണ്, നമുക്ക് അവരെക്കുറിച്ചുള്ള അഭിപ്രായം അതെന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പോൾ ഡിസ്ക്രൈബിങ് പീപ്പിൾ, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കും, ഒരുപാട് വൊക്കാബുലറി നിങ്ങൾ പഠിക്കും. എങ്ങനെ ഇവരെ കുറിച്ചൊക്കെ പറയണമെന്ന് പലപ്പോഴും ആലോചിച്ച് നിങ്ങൾ തലചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഗ്രാമറിനെ കുറിച്ച് ഒന്നും ബോധർ ചെയ്യേണ്ട, ഒരു പാറ്റേൺ ആണ്. ആ പാറ്റേൺ അങ്ങ് പഠിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഈ സെൻറ്റൻസ് ഉപയോഗിച്ച് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഡേ 1, ഡേ 2, ഡേ 3 ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വന്ന് നോക്കി ആ വീഡിയോസൊക്കെ കാണുക. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഇവിടെ കൊടുത്തേക്കാം. തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്നെ ഒരാൾ ഫോൺ ചെയ്ത് ചോദിച്ചു, മാമിൻ്റെ ക്ലാസ് ഞാൻ കണ്ടു, എനിക്കപ്പോൾ ഡേ 2 വീഡിയോ അത് എങ്ങനെ എടുക്കണമെന്ന് അറിയില്ല, അപ്പോൾ അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണെന്നറിയോ, കുറേ പേര് ഇതുപോലെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്തത് അറിയാതെ ഉണ്ടാവുമോ എന്ന് എനിക്കൊരു ഡൗട്ട് അപ്പോൾ തോന്നി. കാരണം അപ്പോൾ ഒരു വീഡിയോയും നിങ്ങൾക്ക് മിസ്സാകാതെ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ കണ്ടിന്യൂസ് ഒരു വീഡിയോ മിസ്സാവാതെ പോകും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഫീഡിൽ നിന്ന് എൻ്റെ ഈ ഒരു ചാനലിൻ്റെ അടുത്ത വീഡിയോസ് അങ്ങ് പോവും. അപ്പം നമ്മുടെ മുൻപിൽ അത് വരാൻ പാടായിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മിസ് ചെയ്ത് പോവുകയാണ് എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇംഗ്ലീഷ് ഗുരു എന്ന് അടിച്ചിട്ട് ആശാലത എന്നും കൂടെ അടിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് ഗുരു ആശാലത എന്നുകൂടെ അടിച്ചാൽ ഈ ചാനൽ വരും. ഒരുപാട് പേരുടെ കമൻസും ഒരുപാട് പേര് ലൈക്ക് ചെയ്തു, വളരെ താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് സജഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ സജഷൻസ് ആയിട്ട് എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി, അല്ലെങ്കിൽ എന്താണ് ഇതിൽ ഞാൻ ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഒരു കമന്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഞങ്ങൾ ഓഫീസിൽ പോകുന്നവർ മാത്രം ഇംഗ്ലീഷ് പറഞ്ഞാൽ മതിയോ, ഞങ്ങൾ ഹൗസ് വൈഫ്സിനുള്ള ഇംഗ്ലീഷ് കൂടെ പറയണം. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി, അതൊരു നല്ല സജഷനുമാണ്. ഓക്കെ, അപ്പോൾ അതുപോലെയുള്ള നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സീരീസിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. സോ ആർ യു റെഡി? Then let's get started. So welcome to English Guru's brand new episode. I am Ashalada Srijit. പിന്നെ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ എല്ലാ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും പോസ്റ്റേഴ്സൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ടിട്ട് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്, ഗ്രാമർ കോഴ്സ് ഉണ്ട്, കുട്ടികൾക്ക് ഇംഗ്ലീഷ് ട്യൂഷനുണ്ട്, പിന്നെ സയൻസ് ട്യൂഷനുണ്ട്, ലിറ്റററി ഇവൻറ്റ്സ് കോച്ചിങ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഈ പോസ്റ്റേഴ്സിലുണ്ട്. എല്ലാം ഒന്ന് നോക്കിയിട്ട് പ്ലീസ് ജോയിൻ. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്, ഡിസ്ക്രൈബിങ് ദെയർ അപ്പിയറൻസ്. അവരുടെ രൂപഭാവങ്ങൾ, അവരെ കാണാൻ എങ്ങനെയിരിക്കും, എങ്ങനെ നമുക്ക് പറയാം. എൻ്റെ സിസ്റ്റർ നല്ല പൊക്കമുള്ള ആളാണ്, നല്ല നീണ്ട സ്ട്രെയിറ്റ് ഹെയർ ആണ്. മൈ സിസ്റ്റർ ഇസ് ടോൾ ആൻഡ് ഹാസ് ലോങ് സ്ട്രെയിറ്റ് ഹെയർ. ഇപ്പം എൻ്റെ കൂടെ പറഞ്ഞോളൂ, മൈ സിസ്റ്റർ ഇസ് ടോൾ ആൻഡ് ഹാസ് ലോങ് സ്ട്രെയിറ്റ് ഹെയർ. നീളമുള്ള സ്ട്രെയിറ്റ് മുടിയാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റർ നല്ല പൊക്കമുള്ള ആളാണ്. ഷീ ഈസ് ടോൾ ആൻഡ് ഹാസ് ലോങ് സ്ട്രെയിറ്റ് ഹെയർ എന്ന് പറഞ്ഞാൽ നീളമുള്ള നല്ല നീണ്ട മുടിയാണ്, ചുരുണ്ട മുടിയല്ലെന്നർത്ഥം. എൻ്റെ യങ്ങർ സിസ്റ്റർ പൊക്കം കുറവാണ്, പക്ഷെ നല്ല ക്യൂട്ടാണ് കാണാൻ. മൈ യങ്ങർ സിസ്റ്റർ ഇസ് ഷോർട്ട് ആൻഡ് ക്യൂട്ട്. ക്യൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഓമനത്വമുള്ള. ഇനി നമ്മുടെ അമ്മയെക്കുറിച്ച് നമുക്ക് പറയാം. അമ്മയുടെ ചിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഭ വിതറുന്ന, റൂം മുഴുവനും ലൈറ്റ് ഇട്ട പോലെയുള്ളൊരു ചിരിയാണ്. എങ്ങനെ പറയും? ഷീ ഹാസ് എ റേഡിയൻറ്റ് സ്മൈൽ ദാറ്റ് ലൈറ്റ്സ് ദ റൂം. റേഡിയൻറ്റ് സ്മൈൽ, നല്ല പ്രഭയുള്ള ചിരിയാണ്. ലൈറ്റ്സ് ദ റൂം, ആ റൂമിൽ ലൈറ്റ് ഇട്ട പോലെയാണ്. എൻ്റെ ചേട്ടന് നല്ല ചിസൽഡ് ഫീച്ചേഴ്സാണ്, നല്ല കൊത്തി വെച്ച പോലെയുള്ള ഫീച്ചേഴ്സാണ്, മോഡലിനെ പോലെ ഇരിക്കും. മൈ ബ്രദർ ഹാസ് ചിസൽഡ് ഫീച്ചേഴ്സ് like a model. My brother has chiseled features like a model. ഒരു മോഡലിനെ പോലെ നല്ല chiseled features ആണ്. She looks elegant in every outfit she wears.
കാണാൻ നല്ല മനോഹരമാണ്. എലഗൻറ്റ് എന്ന് വെച്ചാൽ നല്ല സ്റ്റൈലിഷ് ആണ്, മനോഹരമാണെന്നർത്ഥം. ഷീ ലുക്സ് എലഗൻറ്റ് ഇൻ എവറി ഔട്ട്ഫിറ്റ്. ഏത് ഔട്ട്ഫിറ്റ് ഇട്ടാലും, ഓരോ ഔട്ട്ഫിറ്റിലും, അവൾ ധരിക്കുന്ന എല്ലാ ഔട്ട്ഫിറ്റിലും അവളെ കാണാൻ നല്ല ഭംഗിയാണ്. ഹീസ് ടോൾ ആൻഡ് വെൽ ബിൽറ്റ്. അവൻ നല്ല പൊക്കമാണ്, നല്ല വെൽ ബിൽറ്റ് ആണ്, നല്ല ബോഡിയൊക്കെ നല്ല സൈസുള്ള വെൽ ബിൽറ്റ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, വളരെ തിന്നായിട്ട് മെലിഞ്ഞിരിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. ഒട്ടും ആരോഗ്യമില്ലാന്ന് നമുക്ക് തോന്നുന്ന പോലെയുള്ള ലുക്ക് കണ്ടാൽ, പക്ഷെ അവർ നല്ല ശക്തിയുള്ളവരായിരിക്കും. ഷീ ഈസ് പെറ്റീറ്റ് ബട്ട് വെരി സ്ട്രോങ്. കണ്ടാൽ ഒരു പെറ്റീറ്റ്, ഈ വേർഡിന്റെ സ്പെല്ലിംഗ് ഒക്കെ നോക്കിക്കോളൂ കേട്ടോ. പെറ്റീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദുർബലമാണെന്ന് തോന്നും, പക്ഷെ വളരെ സ്ട്രോങ് ആണ്. ചില ആൾക്കാരില്ലേ, കുറച്ച് നരച്ച മുടിയൊക്കെ ഉണ്ടാവും, അതിൽ കറുപ്പും വെളുപ്പും ഒക്കെ ചേർന്ന്, ചെറുപ്പക്കാരായിരിക്കും, പക്ഷെ ആ ഒരു മുടി കാണുമ്പോൾ നമുക്ക് തോന്നും അവര് കുറച്ച് പ്രായമുണ്ട്, മെച്യൂർ ആണെന്ന് തോന്നും. അപ്പൊ അതെങ്ങനെ പറയും? ഹിസ് സോൾട്ട് ആൻഡ് പെപ്പർ ഹെയർ മേക്സ് ഹിം ലുക്ക് മെച്യൂർ. സോൾട്ട് ആൻഡ് പെപ്പർ ഹെയർ എന്ന്, അതായത് ഉപ്പും കുരുമുളകും. ഉപ്പ് വെളുത്തും കുരുമുളക് കറുത്തുമാണ്. അപ്പോൾ വെളുത്ത മുടിയും കറുത്ത മുടിയും മിക്സ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് സോൾട്ട് ആൻഡ് പെപ്പർ ഹെയർ എന്ന് പറയുന്നത്. അത് കണ്ടാൽ കുറച്ച് മെച്യൂരിറ്റി ഒക്കെ തോന്നും. അവൾക്ക് നല്ല ലോങ് സിൽക്കി ഹെയർ ആണ്. ഷീ ഹാസ് ലോങ് സിൽക്കി ഹെയർ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ നമ്മൾ ഹാസ് ആണ്. ഷീ ഹാസ് ലോങ് സിൽക്കി ഹെയർ. ചില ആൾക്കാരുണ്ടല്ലോ, വെയിലത്തൊക്കെ ഇങ്ങനെ പണിയൊക്കെ ചെയ്ത് അവരുടെ മുഖത്തൊക്കെ കരുവാളിച്ച്, പക്ഷെ നല്ല ഉരുക്ക് പോലെ അല്ലെ, കണ്ടു കഴിഞ്ഞാൽ പരുക്കനായിട്ടുള്ള ആൾക്കാർ. അങ്ങനെയുള്ളവരെ നമ്മൾ എങ്ങനെ പറയും? ഹി ഹാസ് എ റഗ്ഡ് ലുക്ക് വിത്ത് എ ബിയർഡ്. ഒരു താടിയൊക്കെ ഉള്ള ഒരു പരുക്കൻ ലുക്കാണ് അദ്ദേഹത്തിനുള്ളത്. ഈ ഉള്ളതെന്ന് പറയാനാണ് നമ്മൾ എപ്പോഴും ഹാസ് ഉപയോഗിക്കുന്നത്. ചിലരെ നമ്മൾ കണ്ടിട്ടില്ലേ, 40 വയസ്സ് കഴിഞ്ഞാലും അവർ നല്ല ചെറുപ്പമായിട്ടിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഷീ ലുക്സ് യൂത്ത്ഫുൾ ഈവൻ ഇൻ ഹർ 40s. 40കളിലും വളരെ ചെറുപ്പമായിട്ടാണ് അവൾ ഇരിക്കുന്നത്. ഷീ ലുക്സ് യൂത്ത്ഫുൾ ഈവൻ ഇൻ ഹർ 40s. ചിലരെ കണ്ടാൽ നമ്മൾ നോക്കിപ്പോവും നമ്മൾ പറയില്ല, അവരെ നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതെങ്ങനെ പറയും? ഹി ഹാസ് എ സ്ട്രൈക്കിംഗ് അപ്പിയറൻസ് യു കാണ്ട് ഇഗ്നോർ. കണ്ട സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ്, ആ കാഴ്ചയിൽ സ്ട്രൈക്കിംഗ് ആണ്, നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല. യു കാണ്ട് ഇഗ്നോർ. ഇഗ്നോർ ചെയ്യുക, അവഗണിക്കാൻ പറ്റില്ല. കാണ്ട് ഇഗ്നോർ. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്. അതായത് അവരുടെ ഒരു വ്യക്തിത്വം, അതിൻ്റെ ആ ഒരു രീതി എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? എൻ്റെ അച്ഛൻ വളരെ ശാന്തമാണ്, വളരെ ഉത്തരവാദിത്തമുള്ള ആളാണ്. മൈ ഫാദർ ഇസ് കാം ആൻഡ് റെസ്പോൺസിബിൾ. കാം, ശാന്തമാണ്, നല്ല ഉത്തരവാദിത്തമുള്ള ആളാണ്. ഇനി ചില ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർ വളരെ ഫ്രണ്ട്ലി ആയിരിക്കും, നമ്മളെല്ലാ കാര്യത്തിലും അവർ സപ്പോർട്ട് ചെയ്യും. മൈ ഫ്രണ്ട് ഇസ് ഫ്രണ്ട്ലി ആൻഡ് സപ്പോർട്ടീവ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്ലി ആണോ എന്ന് പറയുന്നതിൽ ഡൗട്ട് ഉണ്ടോ? അങ്ങനെ വെച്ചാൽ ചിലരുണ്ടാവും വളരെ ഫ്രണ്ട്ലി ആയിരിക്കില്ല, അവർ വളരെ റിസർവ്ഡ് ആയിരിക്കും, അവരധികം സംസാരിക്കില്ല, പക്ഷെ അവർ നമ്മുടെ സുഹൃത്തായിരിക്കില്ലേ. അപ്പോൾ അവരെ നമുക്ക് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല, അവർ കുറച്ച് റിസർവ്ഡ് പേഴ്സൺസ് ആണ്. ചിലർ അങ്ങനെയല്ല, പെട്ടെന്ന് എല്ലാവരോടും മിങ്കിൾ ചെയ്ത് ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മൈ ഫ്രണ്ട് ഇസ് ഫ്രണ്ട്ലി ആൻഡ് സപ്പോർട്ടീവ്. ഹി ഈസ് വെരി റിസർവ്ഡ്. റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ ഒട്ടും അധികം സംസാരിക്കാതെ എപ്പോഴും ഇങ്ങനെ മൗനമായിട്ട് ഇരിക്കും. ഹി ഈസ് വെരി റിസർവ്ഡ്. ഇനി ചിലപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾ വളരെ കോൺഫിഡൻ്റ് ആണ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. എങ്ങനെ പറയും? മൈ ഫ്രണ്ട് ഇസ് വെരി കോൺഫിഡൻറ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. മൈ ഫ്രണ്ട് ഇസ് വെരി കോൺഫിഡൻറ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഇനി നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, എല്ലാ ആൾക്കാർക്കും അവരോടൊരു ആകർഷണം ഉണ്ടാവും, എല്ലാവരും അവരോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടും. അതൊരു കരിസ്മ എന്നൊക്കെ പറയും. അവർക്കൊരു പ്രഭാവം, വ്യക്തിപ്രഭാവമുള്ള ആൾക്കാർ അല്ലേ. അപ്പോൾ എങ്ങനെ പറയും അത്? ഷീ ഈസ് കരിസ്മാറ്റിക്. എവ്രി വൺ എൻജോയ്സ് ടോക്കിംഗ് ടു ഹർ. എല്ലാവരും അവളോട് സംസാരിക്കുന്നത് വളരെയധികം ആസ്വദിക്കും. ചില ആൾക്കാരുണ്ട്, ഒരുപാട് ഗോൾസും ഡ്രീംസും ഒക്കെ ഉള്ളവർ, അതിയായ ആഗ്രഹമാണ് അവർക്കുണ്ടാവുക, അവരതിനുവേണ്ടി എന്തും ചെയ്യും. ഹി ഈസ് ആംബിഷ്യസ് ആൻഡ് വർക്ക്സ് ഹാർഡ് ടു റീച്ച് ഹിസ് ഗോൾസ്. അയാൾ വളരെ ആംബിഷ്യസ് ആണ്. ആംബിഷ്യസ് എന്ന് വെച്ചാൽ വളരെ അതിയായ ആഗ്രഹമുള്ള ആളാണ്. അയാളുടെ ലക്ഷ്യങ്ങൾ നേടാൻ വളരെ കഠിനമായി അധ്വാനിക്കുകയും ചെയ്യും. ചില ആൾക്കാരുണ്ട്, എല്ലാവരോടും അവർക്ക് വളരെ അനുകമ്പയായിരിക്കും. ഷീ ഈസ് വെരി കമ്പാഷനേറ്റ് ടു എവ്രി വൺ. എല്ലാവരോടും വളരെ ദയവുള്ള ആളാണ്. ചില ആളുകളുടെ പ്രത്യേകത എന്താ പറയുക, എത്ര കഷ്ടപ്പാടുള്ള സമയമാണെങ്കിലും അവർക്കൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാവും. ഹീ ഈസ് ഓപ്റ്റിമിസ്റ്റിക് ഈവൻ ഡ്യൂറിങ് ടഫ് ടൈംസ്. വളരെ ടഫായിട്ടുള്ള, വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും വളരെ ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ് അയാൾ.
ചില ആൾക്കാരുണ്ട്, അവർ എന്ത് ജോലി ചെയ്താലും അവർ വളരെ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, വളരെ ശ്രദ്ധയോടെ വളരെ ഉത്തരവാദിത്തോടെ ജോലി ചെയ്യും. ഷീ ഈസ് ഡിലിജന്റ് വിത്ത് ഹർ വർക്ക്. ഡിലിജന്റ്. ഷീ ഈസ് ഡിലിജന്റ് വിത്ത് ഹർ വർക്ക്. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവർ വളരെ രസകരമായ തമാശ പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിക്കും. വളരെ ക്ലെവർ ജോക്സ് ആയിരിക്കും. ഹി ഈസ് വിറ്റി ആൻഡ് മേക്സ് ക്ലെവർ ജോക്സ്. ചില ആൾക്കാരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയില്ലേ, അവരെ നമുക്ക് വിശ്വസിക്കാം, നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാം. ഷീ ഈസ് റിലയബിൾ, യു ക്യാൻ ട്രസ്റ്റ്. ഷീ ഈസ് റിലയബിൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരാളെ വിശ്വസിക്കാം എന്ന് പറയില്ലേ നമ്മൾ. അവർ എന്തെങ്കിലും ഏറ്റാൽ അവർ ഏറ്റതുപോലെ ഇരിക്കും, അതുകൊണ്ട് കണ്ണടച്ച് അവരെ വിശ്വസിച്ചോളൂ എന്ന് പറയാം. ഷീ ഈസ് റിലയബിൾ, യു ക്യാൻ ട്രസ്റ്റ് ഹെർ. ചില ആൾക്കാർ പുതിയ ഐഡിയാസൊക്കെ അവർ വളരെ തുറന്ന മനസ്സോടെ അവർ ആക്സെപ്റ്റ് ചെയ്യും. ചില ആൾക്കാർ അങ്ങനെയല്ല, അവർ വളരെ ക്ലോസ്ഡ് മൈൻഡഡ് ആയിരിക്കും. ഹി ഈസ് ഓപ്പൺ മൈൻഡഡ് ആൻഡ് അക്സെപ്റ്റ് ന്യൂ ഐഡിയാസ്. ഓപ്പൺ മൈൻഡഡ് എന്ന് പറഞ്ഞാൽ തുറന്ന മനസ്ഥിതി ഉള്ളവർ. ചില ആൾക്കാരുണ്ട് വളരെ ശാന്തമായിരിക്കും, അവർ ഒതുങ്ങി, അവരിങ്ങനെ വളരെ സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് അവർ നിൽക്കും, പക്ഷെ അവർ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ രീതി കാണുമ്പോൾ നമുക്ക് അവരുടെ ഉള്ളിലുള്ള ആ ഒരു കോൺഫിഡൻസ് മനസ്സിലാവില്ല, അത് പിന്നെയും മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പറയും, ഷീ ഈസ് സോഫ്റ്റ് സ്പോക്കൺ ബട്ട് കോൺഫിഡൻറ്റ്. കണ്ടാൽ വളരെ ലളിതമായിട്ട് നിൽക്കും, ബട്ട് വളരെ കോൺഫിഡൻ്റ് ആണ്. ഷീ ഈസ് സോഫ്റ്റ് സ്പോക്കൺ ബട്ട് കോൺഫിഡൻറ്റ്. ചില ആൾക്കാരാണെങ്കിൽ എങ്ങനത്തെ സിറ്റുവേഷൻസ്, എത്ര സ്ട്രെസ്സുള്ള സിറ്റുവേഷൻസ് വന്നാലും അവരവരുടെ സംയമനം അവർ കൈവിടില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ എന്ത് പറയും നമ്മൾ? വളരെ സംയമനമുള്ള ആൾക്കാർ. ഹീ ഈസ് ലെവൽ ഹെഡഡ് ഈവൻ ഇൻ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ്. വളരെ സ്ട്രെസ് നിറഞ്ഞ സിറ്റുവേഷൻസിലും സംയമനം പാലിക്കും. ലെവൽ ഹെഡഡ്. അടുത്തത് ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ. ചില ശീലങ്ങളും അവരുടെ പെരുമാറ്റ രീതികളും. അത് നമുക്ക് എങ്ങനെ പറയാം? ചില ആൾക്കാർ നേരത്തെ എഴുന്നേൽക്കുന്നവരാണ്. അവരെ നമുക്ക് എങ്ങനെ പറയാം? അവൻ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലമുള്ള ആളാണ്. ഹീ ഈസ് ആൻ ഏർലി റൈസർ എന്ന് പറയാം. ഹീ ഈസ് ആൻ ഏർലി റൈസർ. അല്ലെങ്കിൽ ഹി വേക്സ് അപ്പ് ഏർലി എവറി ഡേ. എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കും. ചില ആൾക്കാർ രാത്രി പുസ്തകം വായിക്കുന്നത് ഇഷ്ടമുള്ളവരാണ്. ഷീ ലവ്സ് റീഡിങ് ബുക്സ് അറ്റ് നൈറ്റ്. ഷീ ലവ്സ് റീഡിങ് ബുക്സ് അറ്റ് നൈറ്റ്. ഷീ ലവ്സ് വാച്ചിങ് TV അറ്റ് നൈറ്റ്. ഷീ ലവ്സ് വാച്ചിങ് മൂവീസ് അറ്റ് നൈറ്റ്. എൻ്റെ ബ്രദർ ഒരു ജിമ്മിലൊക്കെ പോകുന്ന ഒരാളാണ്. ജിമ്മിൽ പോകാൻ വളരെ ഇഷ്ടമുള്ള ആളാണ്. മൈ ബ്രദർ ഇസ് എ ജിം പേഴ്സൺ. വളരെ ഈസി ആയിട്ട് പറയാം, മൈ ബ്രദർ ഇസ് എ ജിം പേഴ്സൺ. ചില ആൾക്കാർ വളരെ വിനയത്തോടു കൂടിയായിരിക്കും അവർ പെരുമാറുന്നത്. ഷീ ഓൾവേസ് ബിഹേവ്സ് പൊളൈറ്റ്ലി. പൊളൈറ്റായിട്ട് വളരെ മര്യാദയോടുകൂടി പെരുമാറും. ഷീ ഓൾവേസ് ബിഹേവ്സ് പൊളൈറ്റ്ലി. ചില വ്യക്തികൾ വളരെ പൊളൈറ്റായിട്ട് വളരെ മര്യാദയോടുകൂടി വിനയത്തോടുകൂടി സംസാരിക്കും. അപ്പം അങ്ങനെ ഒരു ആളെക്കുറിച്ച്, ഷീ സ്പീക്സ് പൊളൈറ്റ്ലി. ഷീ സ്പീക്സ് പൊളൈറ്റ്ലി. ചില ആൾക്കാരുണ്ട് പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും. ഹി ഗെറ്റ്സ് ആംഗ്രി വെരി ഫാസ്റ്റ്. ഹി ഗെറ്റ്സ് ആംഗ്രി വെരി ഫാസ്റ്റ്. ഇനി നമ്മുടെ നെയ്ബർ എല്ലാവരോടും വളരെ കൈൻഡ് ആയിട്ടുള്ള ആളാണ്. ഇപ്പോൾ വെള്ളം നമുക്കില്ലെങ്കിൽ അവർ വെള്ളം തരും, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചാൽ അവർ തരും, അല്ലെങ്കിൽ ഒരു ആവശ്യം പറഞ്ഞവർ വരും. അപ്പോൾ അങ്ങനെയുള്ള നെയ്ബർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? മൈ നെയ്ബർ ഇസ് കൈൻഡ് ടു എവ്രി വൺ. മൈ നെയ്ബർ ഇസ് കൈൻഡ് ടു എവ്രി വൺ. എല്ലാവരോടും വളരെ കൈൻഡായ ആളാണ് എൻ്റെ നെയ്ബർ. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവരുടെ ആ ഒരു പെരുമാറ്റം നമ്മൾ പറയും ഒരു ആഢ്യത്വം ഉള്ളവരാണെന്ന് പറയും അല്ലേ. ഹീ ഈസ് വെൽ മാനേർഡ് ആൻഡ് പൊളൈറ്റ്. വളരെ നല്ല മാനേഴ്സ് ഉള്ളവരാണ്. അവർ ചിലപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്ന് അവരെടുക്കില്ല, അവർ പറയും നിങ്ങൾ എടുക്കൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും അവർ ഇതുപോലെ മാനേഴ്സ് കീപ്പ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെ നമ്മൾ പറയുന്നത് ഹീ ഈസ് വെൽ മാനേർഡ് ആൻഡ് പൊളൈറ്റ്. ചില ആൾക്കാർക്ക് നല്ല ഒരു ഊഷ്മള ഹൃദയമുള്ളവരാണ്, അവരെല്ലാവരെയും സഹായിക്കുമെന്ന് നമ്മൾ പറയും. ഷീ ഈസ് വാം ഹാർട്ടഡ് ആൻഡ് ഓൾവേസ് ഹെൽപ്സ് അതേഴ്സ്. എപ്പോഴും എല്ലാവരെയും സഹായിക്കും. വാം ഹാർട്ടഡ്. ചില ആൾക്കാർ നമ്മൾ പറയില്ലേ മൂക്കത്താണ് ശുണ്ഠിയെന്ന്. ഹീ ഈസ് ഷോർട്ട് ടെമ്പേർഡ് ആൻഡ് ഗെറ്റ്സ് ആംഗ്രി ക്വിക്ക്ലി. പെട്ടെന്ന് ദേഷ്യം വരും, മൂക്കത്താണ് ദേഷ്യം. ഷോർട്ട് ടെമ്പേർഡ്. ചില ആൾക്കാരെ കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അവർ വളരെ നമ്മുടെ ഒപ്പം അങ്ങ് യോജിച്ച് പോയിക്കോളും, അവർക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരെ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഷീ ഈസ് ഈസി ഗോയിങ്, നെവർ ഗെറ്റ് സ്ട്രെസ്ഡ്. ഈസി ഗോയിങ് എന്നാണ് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ പറയുന്നത്. അവരൊരിക്കലും സ്ട്രെസ്സൊന്നും അവർ തലയിലെടുക്കില്ല, അവർ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ നടക്കും, പാട്ടും പാടി നടക്കുക എന്ന് പറയില്ലേ, അതാണ്. ചില ആൾക്കാരുണ്ട് അവർക്ക് നല്ല മനക്കെട്ടിയും നല്ല ഉറച്ച തീരുമാനമൊക്കെ ഉള്ളവരാണ്. ഹീ ഈസ് സ്ട്രോങ് വിൽഡ് ആൻഡ് ഡിറ്റർമിൻഡ്. ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു കാര്യം ചെയ്യണമെന്ന് ഉറച്ച് തീരുമാനിച്ച് അത് ചെയ്യും.
നല്ല ഡിറ്റർമിനേഷൻ ഉള്ളവരാണ്. ചില ആൾക്കാരുണ്ട്, അവർക്ക് ഓരോ കാര്യങ്ങളും അവർ സൂക്ഷ്മമായിട്ട് അവർ നോക്കും. ഇപ്പോൾ ഒരു ഫ്ലവർ വാസ് എവിടെ വെക്കണം, അത് ടേബിളിൻ്റെ നടുക്ക് വെക്കണമെന്ന് വെച്ചാൽ അവർ നടുക്ക് തന്നെ വെക്കും. ഒരു ടേബിളിൽ പ്ലേറ്റ് എവിടെ വെക്കണം, ഗ്ലാസ് എവിടെ വെക്കണം, അല്ലെങ്കിൽ ഒരു സാരിയിൽ ഒരു പൂ എവിടെ പെയിന്റ് ചെയ്യണം, അങ്ങനെ ഓരോ കാര്യങ്ങളും മൈന്യൂട്ട് ഡീറ്റെയിൽസും ശ്രദ്ധിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്യും, കുറ്റം പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. ഷീ ഈസ് ഡീറ്റെയിൽ ഓറിയന്റഡ് ആൻഡ് നോട്ടീസസ് എവറിഥിങ്. ഷീസ് ഡീറ്റെയിൽ ഓറിയന്റഡ് പേഴ്സൺസ് എന്നാണ് പറയുന്നത്. ഡീറ്റെയിൽ എല്ലാം വളരെയധികം ശ്രദ്ധാപൂർവ്വം നോക്കുന്നവരാണ് ഡീറ്റെയിൽ ഓറിയന്റഡ് പേഴ്സൺസ്. ഷീസ് ഡീറ്റെയിൽ ഓറിയന്റഡ് ആൻഡ് നോട്ടീസസ് എവറിഥിങ്. വളരെ കൃത്യനിഷ്ഠയുള്ള ആൾക്കാരുണ്ട്. അവർ എഴുന്നേൽക്കുന്ന ഒരു സമയത്ത്, പല്ല് തേക്കുന്ന ഒരു സമയത്ത്, ഭക്ഷണം കഴിക്കുന്ന 8 മണിക്ക് തന്നെ 8 മണിക്ക് കഴിച്ചിരിക്കും. മരുന്ന് കഴിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് കൃത്യനിഷ്ഠയുണ്ട്. ഹി ഈസ് ഡിസിപ്ലിൻഡ് ഇൻ ഹിസ് റുട്ടീൻസ്. റുട്ടീൻസിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. വളരെ പട്ടാള ചിട്ടയെന്ന് നമ്മൾ പറയില്ല, അത് തന്നെ. ഹി ഈസ് ഡിസിപ്ലിൻഡ് ഇൻ ഹിസ് റുട്ടീൻസ്. ചില ആൾക്കാരുണ്ട്, അവർ വളരെ സ്വതസിദ്ധമായിട്ട്, ആരും അവരെ പ്രഷർ ചെയ്യൊന്നും വേണ്ട, അവരുടെ ആ സ്വതസിദ്ധമായ തമാശ പറയും, അല്ലെങ്കിൽ സന്തോഷിക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വളരെ ഈ സർപ്രൈസസ് ഒക്കെ ഇഷ്ടമുള്ളവരാണ്. അപ്രതീക്ഷിതമായിട്ട് അവർക്ക് പല കാര്യങ്ങളും, ഇപ്പോൾ ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ കാണുന്ന വളരെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അവരെ അങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ ഇഷ്ടമുള്ളവരാണ്. അതായത് ആ നിമിഷം എന്താണോ അവർക്ക് തോന്നുന്നത് പെട്ടെന്നായിരിക്കും അവരത് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ എന്ത് പറയും, ഒരു പ്ലാനൊന്നും ചെയ്യില്ല, പെട്ടെന്ന് ആ ഒരു മൊമെൻറ്റിൽ അവർ ചിലപ്പോൾ ചില കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യും. ഷീ ഈസ് സ്പോണ്ടേനിയസ് ആൻഡ് ലവ് സർപ്രൈസസ്. സ്പോണ്ടേനിയസ് ആണ്, വിതൗട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് ഓർ പ്രഷർ. സ്വന്തം ഇഷ്ടപ്രകാരം പെട്ടെന്ന് അപ്പം തോന്നാം നമുക്കിപ്പോൾ അങ്ങ് പോയാലോ, അങ്ങനെ പറയുന്ന ആൾക്കാർ. ഷീ ഈസ് സ്പോണ്ടേനിയസ് ആൻഡ് ലവ് സർപ്രൈസസ്. അപ്രതീക്ഷിതമായ നല്ല സർപ്രൈസ് ഒക്കെ ഇഷ്ടമുള്ളവരാണ്. ചില ആൾക്കാരുണ്ട് രാത്രി ഇങ്ങനെ ഉണർന്നിരിക്കുന്നവർ. അവരെ നമുക്ക് ഒരു പേര് കൊടുത്ത് വിളിക്കാം. ഹീ ഈസ് എ നൈറ്റ് ഔൾ ഹു സ്റ്റേസ് അപ്പ് ലേറ്റ്. രാത്രി വരെ ഉണർന്നിരിക്കുന്ന ഒരു രാത്രി മൂങ്ങയാണ് അവൻ. അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഞാനൊരു നൈറ്റ് ഔളല്ല, ഞാൻ ഒരു ഏർലി ബേർഡാണ്. നേരത്തെ എഴുന്നേൽക്കുന്നതിനാണ് ഏർലി ബേർഡ് എന്ന് പറയുന്നത്. ഐ എം നോട്ട് എ നൈറ്റ് ഔൾ, ഐ ആം എൻ ഏർലി ബേർഡ്. ചില ആൾക്കാർക്ക് പല തരത്തിലുള്ള ഫുഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുണ്ടാവും. അവർക്ക് ആ ഭക്ഷണം എന്ന് പറഞ്ഞൊരു പാഷനായിരിക്കും. പല രാജ്യങ്ങളിലെ പല വെറൈറ്റി ഇഷ്ടപ്പെടും. എന്നാൽ ചിലരാണെങ്കിൽ പുതിയ ഫുഡൊന്നും അവർ പരീക്ഷിക്കില്ല. അവരെപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ കഴിക്കും. എന്നാൽ അവർക്ക് ഭക്ഷണം ഒരുപാട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ, ഒരുപാട് ഭക്ഷണം കഴിക്കുന്നവരെയല്ല, പല വെറൈറ്റി പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ എന്ത് പറയും? ഹീ ഈസ് എ ഫുഡി ഹു ലവ്സ് ട്രൈയിങ് ന്യൂ ഡിഷസ്. പുതിയ ഭക്ഷണങ്ങൾ പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അവൾ. ഫൂഡിയാണ്, അതാണ് ഫൂഡി. അല്ലാതെ ഒരുപാട് ഭക്ഷണം കഴിക്കുകയല്ല, പല തരത്തിലുള്ള ഭക്ഷണം കഴിച്ച് നോക്കാൻ ഇഷ്ടപ്പെടുന്നവർ. ഷീ ഈസ് എ ഫുഡി ഹു ലവ്സ് ട്രൈയിങ് ന്യൂ ഡിഷസ്. ഇനി അടുത്തത് നമുക്ക് ആൾക്കാരുടെ ചുറ്റുപാടുകളെ കുറിച്ച് പറയാം. ഡിസ്ക്രൈബിങ് ബാക്ക്ഗ്രൗണ്ട്സ്. ഇപ്പോൾ എവിടെ ജനിച്ചു, എവിടെ വളർന്നു, എവിടെയാണ് ജോലി ചെയ്യുന്നത്, എങ്ങനെയുള്ള കുടുംബമാണ്, അതൊക്കെയാണ്. അവൾ ഒരു എളിയ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ്. ഷീ ഈസ് ഫ്രം എ സിമ്പിൾ ഫാമിലി. ഷീ ഈസ് ഫ്രം എ സിമ്പിൾ ഫാമിലി. അവൻ കൊച്ചിയിലാണ് വളർന്നത്. ഹി ഗ്രൂ അപ്പ് ഇൻ കൊച്ചി. ഹി ഗ്രൂ അപ്പ് ഇൻ കൊച്ചി. എൻ്റെ അങ്കിള് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. മൈ അങ്കിൾ വർക്ക്സ് ഇൻ ദ ഗൾഫ്. ചില ആൾക്കാർ അവരുടെ പ്രയത്നം കൊണ്ട് ജീവിതത്തിൽ ഉയർന്നു വന്നവരായിരിക്കും. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് എങ്ങനെ പറയാം? ഹി ഈസ് എ സെൽഫ് മെയ്ഡ് മാൻ. ഹി ഈസ് എ സെൽഫ് മെയ്ഡ് മാൻ. നല്ല വിദ്യാഭ്യാസമുള്ള കുടുംബത്തിൽ നിന്ന് വന്നവളാണ് അവൾ. ഷി കംസ് ഫ്രം എ വെൽ എഡ്യൂക്കേറ്റഡ് ഫാമിലി. ഷി കംസ് ഫ്രം എ വെൽ എഡ്യൂക്കേറ്റഡ് ഫാമിലി. നല്ല ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നാണ് അവൾ വരുന്നത്. ചില ആൾക്കാർ ജീവിതത്തിൽ അവർ നല്ല ജോലി, നല്ല വീട്, എല്ലാ കാര്യങ്ങളും അവർക്കെല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പറയുന്നത് ഹി ഈസ് വെൽ സെറ്റിൽഡ് ഇൻ ലൈഫ്. അവർ ജീവിതത്തിൽ നല്ല ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞു. ഹി ഈസ് വെൽ സെറ്റിൽഡ് ഇൻ ലൈഫ്. ചില കുട്ടികളുണ്ട്, അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അവരെല്ലാ കാര്യങ്ങളും അവർ സ്വയം നോക്കിക്കോളും. അങ്ങനെയുള്ള മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കുന്ന ആൾക്കാർ. ഷീ ഈസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് മാനേജസ് എവറിത്തിങ് ഹെർസെൽഫ്. ഷീ ഈസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് മാനേജസ് എവറിത്തിങ് ഹെർസെൽഫ്. സ്വയം മാനേജ് ചെയ്യും എല്ലാ കാര്യങ്ങളും. ചില ആൾക്കാർക്ക് ജോലിയോട് വളരെ ആഭിമുഖ്യമുള്ളവരായിരിക്കും. അവരവരുടെ കരിയറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഫോക്കസ് അതിലായിരിക്കും. ഹീ ഈസ് കരിയർ ഓറിയൻറ്റഡ്.
ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ ആഭിമുഖ്യം ഉണ്ടാവുക, ഏതെങ്കിലും ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുത്ത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുക, അതാണ് ഓറിയന്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീസ് കരിയർ ഓറിയന്റഡ്. ചില ആൾക്കാർക്ക് ഫാമിലിയോട് വളരെയധികം ആഭിമുഖ്യമായിരിക്കും, അവർക്ക് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വളരെ ഇഷ്ടമായിരിക്കും. ഷീസ് ഫാമിലി ഓറിയന്റഡ് ആൻഡ് ലവ് സ്പെൻഡിങ് ടൈം അറ്റ് ഹോം. വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെയധികം ഇഷ്ടപ്പെടുന്നു. ചില ആൾക്കാരുണ്ട്, എത്ര വലിയ രീതിയിൽ അവരെത്തിയാലും എത്ര നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയാലും അവർ വളരെ ലളിതമായിരിക്കും, വളരെ വിനയമുള്ളവരായിരിക്കും. അപ്പോൾ എങ്ങനെ പറയാം? ഹി ഈസ് ഡൗൺ ടു എർത്ത് ഡിസ്പൈറ്റ് ഹിസ് സക്സസ്. ഡിസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെയാണെങ്കിലും, എന്നിട്ടും എന്നൊക്കെ ഒരർത്ഥമുണ്ട് കേട്ടോ. അപ്പം സക്സസ് ഉണ്ടായിട്ടും എന്നാണ്. വളരെ ഡൗൺ ടു എർത്ത്, അത്രയ്ക്കും സിമ്പിൾ ആൻഡ് ഹംബിൾ വ്യക്തികളാണ്. ചില ആൾക്കാരുണ്ട് വളരെ സംസ്കാരമുള്ളവരായിരിക്കും, അവർക്ക് നല്ല പെരുമാറ്റവും ഉണ്ടാവും. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ, അതാണ് കുടുംബ മാഹാത്മ്യം അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത് ഇതൊക്കെയാണെന്ന് പറയും. കാരണം എന്തെങ്കിലും വന്നാൽ അവർ വളരെ സംയമനത്തോടെ വളരെ ശാന്തമായിട്ടൊക്കെ അവർ ഇടപെടും. ഷീസ് കൾച്ചേർഡ് ആൻഡ് വെൽ മാനേർഡ്. ചില ആൾക്കാർ പുരോഗമനപരമായ കാര്യങ്ങളോടൊക്കെ വളരെയധികം താല്പര്യമുള്ളവരാണ്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും അവർക്ക്. മോഡേൺ ആയിട്ടുള്ള ഏത് കാര്യവും അവർ അക്സെപ്റ്റ് ചെയ്യും. ഹി ഹാസ് എ പ്രോഗ്രസീവ് മൈൻഡ് സെറ്റ്. ഹി ഹാസ് എ പ്രോഗ്രസീവ് മൈൻഡ് സെറ്റ്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് ഇയാൾക്കുള്ളത്. അപ്പം ഈസ് വന്നാൽ ആണ്, ഹാസ് വന്നാൽ ഉള്ളത് എന്നാണ് അർത്ഥം. വളരെ പഴമയൊക്കെ സൂക്ഷിക്കുന്ന, വളരെ പരമ്പരാഗതമായ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് വരുന്ന ഒരാളെ നമുക്ക് എങ്ങനെ പറയാം? ഷീ കംസ് ഫ്രം എ ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ട്. പരമ്പരാഗതമായ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിൽ നിന്ന്, അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ നിന്ന് വരുന്ന ആളാണ് അവൾ. ഇനി നമുക്ക് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ നമുക്ക് നോക്കാം. നെഗറ്റീവ് ട്രെയ്റ്റ്സ്. ചില വ്യക്തികളുണ്ട്, വളരെ അസഹിഷ്ണുതയാണ് അവർക്ക്. അവർ പരുക്കനായിട്ട് നമ്മളോട് സംസാരിച്ച് കളയും. ഹി ഈസ് ആരഗൻറ്റ് ആൻഡ് ടോക്സ് റൂഡ്ലി. ആരഗൻറ്റ് ഗൈ എന്ന് നമ്മൾ പറയാറില്ലേ, ഭയങ്കര പരുക്ക, എന്തെങ്കിലുമൊക്കെ പറയുക, അസഹിഷ്ണുത. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്ന വ്യക്തികളില്ലേ, അങ്ങനെയുള്ളവരെ നമുക്ക് ചില കാര്യങ്ങൾ അവർ പറഞ്ഞ സ്റ്റാൻഡിൽ നിന്ന് അവർ മാറത്തില്ല. ഷീ സ്റ്റബേൺ ആൻഡ് നെവർ ചേഞ്ചസ് ഹർ മൈൻഡ്. ഭയങ്കര സ്റ്റബേൺ ആണ്, മനസ്സ് മാറില്ല. എന്താര് പറഞ്ഞാലും അവരവരുടെ തീരുമാനത്തിൽ നിന്ന് അവർ മാറത്തില്ല. ഷീ സ്റ്റബേൺ ആൻഡ് നെവർ ചേഞ്ചസ് ഹർ മൈൻഡ്. ചില കുഴിമടിയന്മാരുണ്ട്, അവർ ജോലി എങ്ങനെ ചെയ്യാതിരിക്കാം എന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഹീ ഈസ് ലേസി ആൻഡ് അവോയ്ഡ്സ് വർക്ക്. അവോയ്ഡ് ചെയ്യും, ജോലി കണ്ട അവിടെ നിന്ന് മാറിപ്പോയി കളയും. ഹീ ഈസ് ലേസി ആൻഡ് അവോയ്ഡ്സ് വർക്ക്. ചില ആൾക്കാരുണ്ട്, എന്തെടുത്താലും അവരുടെ കയ്യിൽ നിന്ന് താഴെ വീണു പോവും, എല്ലാം ഇങ്ങനെ പൊട്ടിപ്പോവും, അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധയില്ലാത്തവർ. അവരെ നമുക്ക് എങ്ങനെ പറയാം? ഷീ ഈസ് കെയർലെസ് വിത്ത് ഹെർ തിങ്സ്. ഷീ ഈസ് കെയർലെസ് വിത്ത് ഹെർ തിങ്സ്. ചില വ്യക്തികളുണ്ട്, അവരെ കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ, അവർ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കില്ല. അങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് പറയാം? ഹീ ഈസ് സെൽഫ് സെൻറ്റേർഡ് ആൻഡ് തിങ്സ് ഓൺലി ഓഫ് ഹിംസെൽഫ്. സെൽഫ് സെൻറ്റേർഡ് ആണ് ആൻഡ് തിങ്സ് ഓൺലി ഓഫ് ഹിംസെൽഫ്. അയാളെക്കുറിച്ച് മാത്രമേ അയാൾ ചിന്തിക്കുകയുള്ളൂ. ചില ആൾക്കാരുണ്ട്, പെട്ടെന്ന് അവരുടെ ഇമോഷൻസ് ഇങ്ങനെ മാറി മറിയും. എപ്പോഴും ഒരു പ്രത്യേക രീതിയിലായിരിക്കും അവരിയ്ക്കുന്നത്. എപ്പോൾ ചിരിക്കും എപ്പോൾ കരയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഷീ ഈസ് മൂഡി. എപ്പോഴും ഇങ്ങനെ ഒരു മൂഡ് ഔട്ട് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ മൂഡ് എപ്പോഴും ഇങ്ങനെ മാറും. ഷീ ഈസ് മൂഡി ആൻഡ് ചേഞ്ചസ് ഹെർ ഇമോഷൻസ് ക്വിക്ക്ലി. ചില കുശാഗ്ര ബുദ്ധിക്കാരുണ്ട്, അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവർ കാര്യം മാറ്റി മറിച്ച് കളയും. അവരുടെ ഇഷ്ടം നടക്കാൻ വേണ്ടി അവർ കാര്യങ്ങളെ വളച്ചൊടിച്ച് മാറ്റി തിരിച്ച് പറയും. ഹീ ഈസ് മാനിപ്പുലേറ്റീവ് വെൻ ഹി വാണ്ട്സ് സംതിങ്. എന്തെങ്കിലും അവന് വേണമെങ്കിൽ അവൻ കാര്യം മാറ്റിക്കളയും. ഹീ ഈസ് മാനിപ്പുലേറ്റീവ് എന്നാണ് പറയുന്നത്. മാനിപ്പുലേറ്റീവ് വെൻ ഹി വാണ്ട്സ് സംതിങ്. ചില ആൾക്കാർ എല്ലാവരോടും പരുക്കനായിട്ടാണ് പെരുമാറുക. ഷീ ഈസ് വെരി റൂഡ് ടു എവ്രി വൺ. അല്ലെങ്കിൽ ദേ ആർ വെരി റൂഡ് ടു എവ്രി വൺ. പണം എത്ര കിട്ടിയാലും മതിയാവാത്ത ആൾക്കാർ. ഹീ ഈസ് ഗ്രീഡി ആൻഡ് വാണ്ട്സ് മോർ മണി. ചിന്തിക്കാതെ തീരുമാനം എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരൊന്നും ചിന്തിക്കില്ല, പെട്ടെന്ന് അങ്ങ് തീരുമാനം എടുക്കും. അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്, നല്ല ഒരു കാര്യമായിട്ടല്ല. ഒന്നും ആലോചിക്കാതെ എടുത്ത് ചാടുന്നവർ. ഷീ ഈസ് ഇമ്പൾസീവ് ആൻഡ് മേക്സ് ക്വിക്ക് ഡിസിഷൻസ്. ഒന്നും ആലോചിക്കാതെ തീരുമാനം എടുക്കും. ഷീ ഈസ് ഇമ്പൾസീവ് ആൻഡ് മേക്സ് ക്വിക്ക് ഡിസിഷൻസ്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ഒരുപാട് വൊക്കാബുലറി അല്ലേ? എത്രമാത്രം വേർഡ്സാണ് നിങ്ങൾ പഠിച്ചത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ പ്രാക്ടീസ് ചെയ്യുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ് എന്നാണ്.
അപ്പോൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഇതിൽ ഏത് സെന്റൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾക്കുള്ള ടാസ്ക് ഇതാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് 5 സെന്റൻസ് എങ്കിലും നിങ്ങൾ ഇപ്പോൾ തന്നെ എഴുതി കമന്റ് ബോക്സിൽ ഇടണം. പിന്നെ ഈ പറഞ്ഞതിൽ ഏത് സെന്റൻസ് ആണ് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതെന്നും കൂടെ നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അടുത്ത സാറ്റർഡേ രാത്രി 9:30 ശേഷം നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. Please enable the bell icon and press the all option. So see you in the next video. Until then, you take care. Sadguru Sharanam.